ഹലോ ഡിയേഴ്സ്, എല്ലാ മക്കൾക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് 4ാം ക്ലാസ്സിലെ മക്കളുടെ ഗണിതത്തിന്റെ ഓണപരീക്ഷയുടെ ഒരു മോഡൽ ചോദ്യ പേപ്പറാണ് കേട്ടോ. പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നതൊക്കെ, അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. അപ്പൊ ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. പരീക്ഷ തുടങ്ങുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ തന്നിട്ടുണ്ട്. ആദ്യത്തെ 15 മിനിറ്റ് നിങ്ങൾക്ക് കൂൾ ഓഫ് ടൈം ആയിരിക്കും. ആ സമയത്ത് ചോദ്യങ്ങളും ഉത്തരങ്ങളൊക്കെ എങ്ങനെയൊക്കെയാ വരിക എന്നൊക്കെ മനസ്സിലാക്കി വെക്കാനുള്ള സമയമാണ്. പിന്നെ ആദ്യം എഴുതേണ്ട ക്വസ്റ്റ്യൻ ഏത് എന്നൊക്കെ മനസ്സിലാക്കി വെക്കാനുള്ള സമയമാണ്. പിന്നെ 5 പ്രവർത്തനങ്ങൾക്ക് നിർബന്ധമായിട്ടും ഉത്തരം എഴുതിയിരിക്കണം. 3, 5 എന്നീ ചോദ്യങ്ങൾക്ക് എന്താണ് ഓപ്ഷണൽ ക്വസ്റ്റ്യൻസ് ആണ്. അതായത് എയോ അല്ലെങ്കിൽ ബിയോ ഏതെങ്കിലും ഒന്ന് മാത്രം എഴുതിയാൽ മതിയായിരിക്കും. പ്രവർത്തനം 1, വരയ്ക്കാം കണ്ടെത്താം. സ്കൂളിൽ നിന്നും പ്രദർശനം കാണാനായി എത്തിയതാണ് മീരയും കൂട്ടുകാരും. അവിടെ കുട്ടികൾക്കായി പല മത്സരങ്ങളും ഉണ്ടായിരുന്നു. ചിത്രം വരയ്ക്കലായിരുന്നു ആദ്യം ഒരുക്കിയിരുന്നത്. അവർ അങ്ങോട്ടേക്ക് എത്തി. അവിടെ എഴുതിയിരിക്കുന്നത് നോക്കൂ. വരൂ ചിത്രം വരയ്ക്കാം. വട്ടം, ചതുരം എന്നിവ ഉപയോഗിച്ച് ചിത്രം വരയ്ക്കൂ. അതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത്. മക്കൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ വരയ്ക്കാവുന്നതാണ്, വട്ടവും ചതുരവും മാത്രം ഉപയോഗിച്ച്. അപ്പൊ നിങ്ങൾ ഏകദേശം ത്രികോണം, വട്ടവും ചതുരം വരുന്ന രീതിയിലാക്കിയുള്ള ഒരു ചിത്രം കണ്ടുവെച്ച് പോവുക കേട്ടോ. അങ്ങനെ ഒരു ചോദ്യം വരാൻ സാധ്യതയുണ്ട്. ഇതിലുള്ള ചോദ്യം ബി, നിങ്ങൾ വരച്ച രൂപത്തിൽ എത്ര ചതുരങ്ങളുണ്ട്? അത് എണ്ണി നോക്കുക. എത്ര ചതുരങ്ങളാണ് നിങ്ങൾ വരച്ചതിലുള്ളത് എന്ന് എണ്ണി നോക്കുക. ചോദ്യം സി, ചുവടെ തന്നിരിക്കുന്നതിൽ ചതുരത്തിന്റെ പ്രത്യേകത അല്ലാത്തതിന് തെറ്റടയാളം ഇടുക. 1, 4 വശമുണ്ട്. അത് ചതുരത്തിന്റെ പ്രത്യേകതയാണല്ലേ. 2, 4 മൂലയുണ്ട്. അതും ചതുരത്തിന്റെ പ്രത്യേകതയാണ്. 3, എതിർവശങ്ങൾ ഒരേ അളവല്ല. അത് തെറ്റാണ്. ചതുരത്തിന്റെ എതിർവശങ്ങൾക്ക് ഒരേ അളവാണുള്ളത്. 4 എതിർവശങ്ങൾ ഒരേ അളവാണ്. അത് ശരിയാണ്. അപ്പൊ മൂന്നാമത്തേതാണ് നമ്മുടെ ഉത്തരമായി വരുന്നത്. ചോദ്യം ഡി, വീണ വരച്ച ചിത്രമാണ് ചുവടെ തന്നിരിക്കുന്നത്. ഇതിൽ എത്ര ചതുരങ്ങളുണ്ട്? ചതുരത്തിന്റെ എണ്ണം എഴുതണം. നോക്കിക്കേ, 1 ഈ ചതുരം, പിന്നെ 1 ഇത്, പിന്നെ അത് രണ്ടും കൂടെ ചേർന്നത് ഒരു ചതുരം, പിന്നെ ഒരെണ്ണം മറ്റത്, 4, പിന്നെ മുഴുവനായിട്ട് വലിയൊരു ചതുരം. അങ്ങനെ ആകെ 5 ചതുരമാണ് ഉള്ളത്. പ്രവർത്തനം 2 എ, വരൂ സമ്മാനം നേടാം. പ്രദർശന നഗരിയുടെ അടുത്ത ഭാഗത്ത് ചില നിർദ്ദേശങ്ങൾ എഴുതിയ കടലാസ് വച്ചിട്ടുണ്ട്. അതിനനുസരിച്ച് സംഖ്യാ സ്ട്രിപ്പിൽ സംഖ്യ ഉണ്ടാക്കി എഴുതിയാൽ സമ്മാനം കിട്ടും. ചോദ്യം എ, മീരയ്ക്ക് കിട്ടിയ കുറിപ്പുകൾ നോക്കൂ. അതിനനുസരിച്ച് സംഖ്യാ സ്ട്രിപ്പിൽ എഴുതി സംഖ്യ കണ്ടെത്തൂ. ആദ്യത്തേത് നോക്കൂ. 3 100, 8 10, 5000, 4 1. അപ്പൊ ഇതിൽ നമ്മൾ വഴിക്ക് വഴിയായിട്ട് എഴുതേണ്ടതുണ്ട്. ആദ്യം വരുന്നത് നമുക്ക് തന്നിട്ടുള്ളതിൽ 3 100 പക്ഷെ ആദ്യം എഴുതേണ്ടത് എന്താണ്? 1000 ആണല്ലേ. മുകളിൽ 4 അക്കമുള്ള സംഖ്യയാണ് ആദ്യം എഴുതേണ്ടത്. അപ്പൊ 5000. 5000 എന്ന് വെച്ചാൽ 5000. 5 0 0 0. പിന്നെ ഉള്ളത് 3 100, 300, 3 0 0. പിന്നെ നമുക്ക് 10ന്റേത് എഴുതാം. എത്ര 10 ആണ്? 8 10, അപ്പോ 80. പിന്നെ 1 4 1. അപ്പൊ 5000 കൂട്ടണം 300 കൂട്ടണം 80 കൂട്ടണം 4, 5384 ആണ് സംഖ്യ. രണ്ടാമത്തേത് നോക്കൂ. 4000ഉം 3 10ഉം ചേർന്ന സംഖ്യ. 4000 എന്ന് വരുമ്പോൾ 4000 ആയി. 4 0 0 0. പിന്നെ 3 10 ആണ്, അപ്പോ 30. സോ സംഖ്യ എന്ത് വരും? 4030. അടുത്ത സംഖ്യ നോക്കൂ. 25 100, 8 10, 4 1 എന്നിവ ചേർന്ന സംഖ്യ. 25 100 എന്ന് പറയുമ്പോൾ അത്രയായി സംഖ്യ. 25 ഗുണിക്കണം 100 ആണല്ലേ. അതായത് 25ന് ശേഷം 2 0 കൂടെ ഇട്ട് കൊടുക്കുക. അപ്പൊ സംഖ്യ 2500 ആണ്. 2 5 0 0. 8 10 എന്ന് പറയുമ്പോൾ 80. 4 1 എന്ന് പറയുമ്പോൾ 4. ഉത്തരം എന്ത് വരും? 2500 കൂട്ടണം 80 കൂട്ടണം 4, 2584 ആണ് സംഖ്യ. അവസാനത്തേത് ഏറ്റവും ചെറിയ 4 അക്ക സംഖ്യയേക്കാൾ 1 കുറഞ്ഞ സംഖ്യ. ഏറ്റവും ചെറിയ 4 അക്ക സംഖ്യ എന്ന് പറയുന്നത് 1000 ആണ്. 1000-നെക്കാട്ടിലും 1 കുറഞ്ഞ സംഖ്യ എന്ന് പറയുമ്പോൾ 1000-ൽ നിന്ന് 1 കുറയ്ക്കുക. 999 ആണ് സംഖ്യ. അതിനെ നമുക്ക് വേണമെങ്കിൽ 9 100, 9 100 900, 9 10 90, 9 1 999 എന്ന് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാവുന്നതാണ്. ഇനി ഇതിലുള്ള ബി ചോദ്യം, 2160 കുറിച്ച് ശരിയായത് ഏതാണ്? എ 2000ഉം 6 10ഉം. എന്ന് വെച്ചാൽ 2000 എന്ന് പറയുമ്പോൾ 2000, 6 10 എന്ന് പറയുമ്പോൾ 60, അപ്പൊ ആകെ 2060 ആണ് വരിക. പിന്നെ ബി 2000ഉം 60 10ഉം. അതായത് 2000 പറയുമ്പോൾ 2000, അതിലേക്ക് 60 10, അതായത് 600 കൂടെ കൂട്ടുമ്പോൾ 2600 ആണ് വരിക. പിന്നെ 2000ഉം 16 10ഉം. 2000 പ്ലസ് 16 10 എന്ന് പറയുമ്പോൾ 160. 16ലേക്ക് ഒരു 0 കൂടെ ഇട്ട് കൊടുത്താൽ മതി. 160.
അപ്പോ 2160 അപ്പൊ അതാണ് ഉത്തരം, സി ആണ് ഉത്തരം. നമുക്ക് ഡി കൂടെ നോക്കാം. 2000-ഉം 1600-ഉം. 1600 എന്ന് പറയുമ്പോൾ 16-ന് ശേഷം 2 പൂജ്യം കൂടെ ഇട്ട് കൊടുക്കുക. അതായത് 2000 കൂട്ടണം 1600, അപ്പോ 3600 വരും അല്ലെ. ഉത്തരം സി ആണ്. പ്രവർത്തനം 2-ല് ബി ചോദ്യം, അതായത് 2 തന്നെ എ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, ഇത് ബി ചോദ്യം. സംഖ്യ ഉണ്ടാക്കാം. സാന്ദ്രയ്ക്ക് കിട്ടിയ സംഖ്യാ കാർഡ് നോക്കൂ. എ, ചുവടെയുള്ള ഏതൊക്കെ സംഖ്യാ സ്റ്റെപ്പുകൾ ചേർന്നാൽ സാന്ദ്രയുടെ കയ്യിലുള്ള കാർഡിലെ സംഖ്യയാകും? സാന്ദ്രയുടെ കയ്യിലുള്ള സംഖ്യ 6475 ആണ് അല്ലെ. അപ്പൊ 6000-ഉം 400-ഉം 7 10-ഉം 5 1-ഉമാണ് വേണ്ടത്. അതായത് 6000, 400, 70, 5 ഇത്രയും സംഖ്യകൾ വേണം. അപ്പൊ 6000 ഇതിലുണ്ടോ? ഉണ്ടല്ലേ. 6000, പിന്നെ 400, 70, 5 ഈ 4 സംഖ്യകൾ ചേർന്നാൽ 6475 ആവുന്നതാണ്. ഇതിലെ ചോദ്യം ബി, തന്നിരിക്കുന്ന സംഖ്യാ സ്ട്രിപ്പുകൾ ഉപയോഗിച്ച് ഉണ്ടാക്കാവുന്ന ഏറ്റവും വലിയ 4 അക്ക സംഖ്യ എഴുതുക. നമുക്ക് തന്നിരിക്കുന്ന സംഖ്യാ സ്ട്രിപ്പുകൾ ഇതൊക്കെയാണ്. അപ്പൊ ഇതിൽ നമുക്ക് എന്ത് ചെയ്യണം? ഇതിലുള്ള ഏറ്റവും വലിയ സംഖ്യ അല്ല എഴുതാൻ പറഞ്ഞിട്ടുള്ളത്, ഈ സംഖ്യകൾ ഉപയോഗിച്ച് ഉണ്ടാക്കാവുന്ന ഏറ്റവും വലിയ 4 അക്ക സംഖ്യയാണ്. അപ്പൊ അതിനായിട്ട് ഇതിൽ തന്നിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ 4 അക്ക സംഖ്യ ഏത്, ഏറ്റവും വലിയ 3 അക്ക സംഖ്യ ഏത്, ഏറ്റവും വലിയ 2 അക്ക സംഖ്യ ഏത്, ഏറ്റവും വലിയ 1 അക്ക സംഖ്യ ഏത് എന്ന് നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം. എന്നിട്ട് ഇതെല്ലാം കൂടെ കൂട്ടി നോക്കിയാൽ നമുക്ക് അതിനുള്ള ഉത്തരം കിട്ടും. തന്നിരിക്കുന്നതിൽ ഏറ്റവും വലിയ 4 അക്ക സംഖ്യ 9000 ആണ്. പിന്നെ ഏറ്റവും വലിയ 3 അക്ക സംഖ്യ എത്രയാണെന്ന് നോക്കൂ. 500 ഉണ്ട്, 600 ഉണ്ട്, 400 ഉണ്ട്, 800 ഉണ്ട് അല്ലെ. 800 ഏറ്റവും വലിയ 3 അക്ക സംഖ്യയാണ് തന്നിരിക്കുന്നതിൽ. 900 ഇല്ലല്ലോ, അപ്പൊ 800 എഴുതാം. പിന്നെ ഏറ്റവും വലിയ 2 അക്ക സംഖ്യ തന്നിട്ടുള്ളതിൽ ഏതാണ്? 90 ആണ്. പിന്നെ ഏറ്റവും വലിയ ഒരക്ക സംഖ്യ വരുന്നത് ഏതൊക്കെയുണ്ട്? 4, 5, 6. 6 ആണ് ഏറ്റവും വലിയ ഒരക്ക സംഖ്യയായി വരുന്നത്. അപ്പൊ ഇതെല്ലാം കൂടെ കൂട്ടി നോക്കാം. 9000 കൂട്ടണം 800 കൂട്ടണം 90 കൂട്ടണം 6, 9896 ആണ് ഈ സംഖ്യാ സ്ട്രിപ്പുകൾ ഉപയോഗിച്ചുണ്ടാക്കാവുന്ന ഏറ്റവും വലിയ 4 അക്ക സംഖ്യ. ഇതിലെ മൂന്നാമത്തെ ചോദ്യം സി ക്വസ്റ്റ്യൻ, അബാക്കസിലെ 1000-ന്റെ സ്ഥാനത്ത് നിന്നും ഒരു മുത്തെടുത്ത് 10-ന്റെ സ്ഥാനത്തിടുക. ഇപ്പോൾ കിട്ടിയ സംഖ്യ എന്താണ്? ഇപ്പൊ നമുക്ക് 1000-ന്റെ സ്ഥാനത്ത് 4 മുത്തുകൾ ഉണ്ട്, അതായത് സംഖ്യ 4000 ആണ്. ഇനി ഈ 4000-ലെ ഒരു മുത്തെടുത്ത് നമ്മൾ 10-ന്റെ സ്ഥാനത്തിടുന്നു. അപ്പൊ സംഖ്യ എത്രയായി? 1000-ന്റെ സ്ഥാനത്ത് 3-ഉം 10-ന്റെ സ്ഥാനത്ത് ഒരു മുത്തുമാണുള്ളത്. അപ്പൊ സംഖ്യ 3010 ആയി. ചോദ്യം ഡി, അബാക്കസിലെ ആദ്യ സംഖ്യയും ഇപ്പോഴത്തെ സംഖ്യയും തമ്മിലുള്ള വ്യത്യാസം എത്ര? അതായത് 4000-ഉം 3010-ഉം തമ്മിലുള്ള വ്യത്യാസമാണ് ചോദിച്ചിട്ടുള്ളത്. വ്യത്യാസം കാണുന്നതിനായി 4000-ൽ നിന്ന് 3010 കുറയ്ക്കുക. 990 ആണ് വ്യത്യാസം. ചോദ്യം ഇ, 5083 ചുവടെ കൊടുത്തതിൽ ഏത് സംഖ്യയാണ്? ശരിയുത്തരത്തിന് ടിക്ക് അടയാളപ്പെടുത്തുക. അപ്പൊ ആദ്യത്തേത് നോക്കൂ, നമുക്ക് ഓരോന്ന് വായിച്ചു നോക്കാം. ആദ്യത്തേത് 5803 ആണ്. രണ്ടാമത്തേത് 5830, മൂന്നാമത്തേത് 5083, നാലാമത്തേത് 5038. അപ്പൊ ഉത്തരം 3 ആണ്, 5083. പ്രവർത്തനം 3, മൈതാനത്ത് ഒരുക്കിയ പ്രദർശനം കാണാൻ ടിക്കറ്റ് എടുക്കാനായി കുട്ടികൾ വരിയായി നിന്നു. മീരയുടെ സ്ഥാനം മുന്നിൽ നിന്നും പിന്നിൽ നിന്നും എണ്ണിയപ്പോൾ 13-മതാണ്. ചോദ്യം എ, വരിയിൽ എത്ര പേരുണ്ട്? സുഖല്ലേ മക്കളെ? 13-മതാണല്ലേ മീര വരുന്നത്. അതായത് മുന്നിൽ നിന്ന് എണ്ണിയപ്പോ 13-മത് വന്നു, പിന്നിൽ നിന്ന് എണ്ണുമ്പോഴും 13-മത് വരണം. അപ്പൊ മുന്നിൽ നിന്ന് ആദ്യം നമ്മൾ 13 സംഖ്യകൾ ഇട്ട് കൊടുക്കുക. അതിനുശേഷം പിന്നിലേക്ക് മീര കൂട്ടാതെ 12 ആളുകൾ കൂടെ ഉണ്ടാവും. അപ്പൊ 13 കൂട്ടണം 12, ആകെ 25 ആളുകളാണ് വരിയിലുള്ളത്. ചോദ്യം ബി, ആദ്യം നിന്ന മിത്രയ്ക്ക് കിട്ടിയ ടിക്കറ്റിലെ നമ്പർ 2789 ആണ്. അവസാനം നിൽക്കുന്ന സാന്ദ്രയ്ക്ക് കിട്ടുന്ന ടിക്കറ്റിലെ നമ്പർ എത്രയായിരിക്കും? ഒന്നുകിൽ 2789ലേക്ക് നിങ്ങൾ മീരയുടെ നമ്പർ അടക്കമാണ് 25 കൂട്ടിയാൽ മതി, അതല്ല 24 കൂട്ടിയാൽ മതി, അതല്ലെങ്കിൽ നമുക്ക് വരി വരിയായിട്ട് എഴുതി പോവാം. അതാണ് ഏറ്റവും ബെറ്റർ, കാരണം നമുക്ക് ഉത്തരം മാറിപ്പോവില്ല കേട്ടോ. അപ്പോ 2789, ആകെ 25 കുട്ടികളല്ലേ ഉള്ളത്. 2789, 2790, 2791, 2792, 2793, 2794, 2795, 2796, 2797, 2798, 2799, 2800, 2801, 2802, 2803, 2804, 2805, 2806, 2807, 2808, 2809, 2810, 2811, 2812, 2813 ആണ് അവസാനം നിൽക്കുന്ന സാന്ദ്രയ്ക്ക് കിട്ടുന്ന ടിക്കറ്റിലെ നമ്പർ.
ഇതിലെ ചോദ്യം സി, നിൽക്കാത്തവർക്കുള്ള ടിക്കറ്റിന് 2500 രൂപയായി. 500ന്റെ നോട്ടുകളാണ് കയ്യിലുള്ളത്. ടിക്കറ്റിന്റെ വിലയായി എത്ര നോട്ടുകൾ കൊടുക്കണം? ആകെ 2500 രൂപയാണ് അല്ലെ ആയത്. അപ്പൊ എത്ര 500കൾ കൂട്ടിയാലാണ് 2500 ആവുക എന്ന് നോക്കിയാൽ മതിയാവും. 2500 സോറി 500 രണ്ട് തവണ കൂട്ടുമ്പോൾ 1000 ആയി. ഒരു 500 കൂടെ അതിലേക്ക് കൂട്ടുമ്പോൾ 1500. 4 500കളായാല് 2000, 5 500കളായാല് 2500. 5 500ന്റെ നോട്ടുകൾ കൊടുക്കേണ്ടി വരും. ചോദ്യം ഡി, മനുവിന്റെ കയ്യിലുള്ള സംഖ്യാ കാർഡുകൾ നോക്കൂ. 3468, 3648, 4368, 4863, 3864. വലുതിൽ നിന്നും ചെറുതിലേക്ക് ക്രമപ്പെടുത്തിയപ്പോൾ ശരിയായി വെച്ചതേത്? ശരി ഉത്തരത്തിന് ടിക്ക് അടയാളമിടുക. ഒന്നാമത് തന്നിരിക്കുന്നത് നോക്കൂ, 4863, 4768, 3864, 3648, 3468. ഇത് തന്നെയാണ് അല്ലേ ശരിയായിട്ട് വന്നിരിക്കുന്നത്. നോക്കൂ, രണ്ടാമത്തേത് തെറ്റാണ്. 4863, 4368, 3648 മുന്നേ ആയിട്ട് 3864 വരും. അതിനുശേഷമാണ് 3648 വരിക, പിന്നെയാണ് 3468 വരിക. അപ്പോ ഒന്നാമത്തേത് തന്നെയാണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. ഇവിടെയുള്ള ഈ ക്വസ്റ്റ്യൻ ചുവടെയുള്ള ചിത്ര പാറ്റേൺ നോക്കൂ. 3 ചിത്ര പാറ്റേണുകളാണ് ഇവിടെ നോക്കിക്കേ. ഈ സർക്കിള്, ഈ വൃത്തം, ഈ വട്ടം നമുക്ക് ആദ്യം ഇവിടെ വന്നു, പിന്നെ അതിന്റെ സ്ഥാനം മാറി രണ്ടാമത് അതിന് താഴെയുള്ള കോണിലേക്ക് മാറി, അതിന് തൊട്ടടുത്തുള്ള കോണിലേക്ക് പിന്നീട് അതിന്റെ സ്ഥാനം മാറി. അപ്പൊ ഇതിന് തൊട്ടടുത്തുള്ള കോണിലായിരിക്കും അടുത്തതായിട്ട് വരിക. അപ്പൊ തുടർന്ന് വരുന്ന ചിത്രത്തിന് ശരിയടയാളം ഇടുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ദാ ഏകദേശം ഇവിടെ ആയിട്ടായിരിക്കും, ഏകദേശം അല്ല ഇവിടെ ആയിട്ടായിരിക്കും നമുക്ക് അടുത്ത വട്ടം വരിക. അപ്പൊ അവസാനം തന്നിട്ടുള്ള ചിത്രമാണ് ശരിയായിട്ടുള്ള ഉത്തരം. പ്രവർത്തനം 4, കാറോട്ട മത്സരം. മീരയും മിത്രയും കമ്പ്യൂട്ടറിൽ കാറോട്ട മത്സരം കളിക്കാൻ തുടങ്ങി. അവർക്ക് കിട്ടിയ പോയിന്റുകൾ നോക്കൂ. മീരയ്ക്ക് ആദ്യത്തെ റൗണ്ടിൽ 495ഉം രണ്ടാമത്തെ റൗണ്ടിൽ 1805ഉമാണ് കിട്ടിയത്. മിത്രയ്ക്ക് ആദ്യത്തെ റൗണ്ടിൽ 515ഉം രണ്ടാമത്തെ റൗണ്ടിൽ 1685ഉമാണ് കിട്ടിയത്. ചോദ്യം എ, ഓരോരുത്തർക്കും കിട്ടിയ ആകെ പോയിന്റ് എത്ര? അപ്പൊ ആകെ പോയിന്റ് കാണാൻ വേണ്ടിയിട്ട് രണ്ടും കൂടെ കൂട്ടി നോക്കിയാൽ മതി അല്ലേ. മീരയ്ക്ക് കിട്ടിയത് ആദ്യം നോക്കാം. മീരയ്ക്ക് കിട്ടിയ പോയിന്റ് 495 കൂട്ടണം 1805. രണ്ടും കൂടെ കൂട്ടി നോക്കുമ്പോൾ നമുക്ക് 2300 എന്നാണ് ഉത്തരം വരുന്നത്. അപ്പൊ മീരയ്ക്ക് 2300 ആണ് കിട്ടിയിട്ടുള്ളത്. ഇനി മിത്രയ്ക്ക് കിട്ടിയത് 515 കൂട്ടണം 1685 ചെയ്താൽ മതി. 5 കൂട്ടണം 5 ചെയ്യുമ്പോൾ 10, 0, 1 നമ്മളെ തൊട്ടടുത്ത് കൊടുക്കുന്നു. 8 കൂട്ടണം 1 സമം എത്രയാണ്? 9. ഒരു 0 കൂടെ 10 ആഡ് ആവുന്നു. 0 ഇട്ടിട്ട് ഒരു 1 നമ്മൾ അപ്പുറത്തേക്ക് കൊടുക്കുന്നു. 5 കൂട്ടണം 6, 11 ആണ്. 11ലേക്ക് 1 കൂടെ കൂട്ടുമ്പോൾ 12, 2, പിന്നെ 1ലേക്ക് 1 കൂടെ കൂട്ടുമ്പോൾ 2. സോ 2200 ആണ് മിത്രയ്ക്ക് കിട്ടിയ പോയിന്റ്. ഇതിലെ ചോദ്യം ബി, ആർക്കാണ് കൂടുതൽ പോയിന്റ് കിട്ടിയത്? മീരയ്ക്ക് 2300ഉം മിത്രയ്ക്ക് 2200ഉമാണ് കിട്ടിയത്. അപ്പൊ മീരയ്ക്കാണ് കൂടുതൽ കിട്ടിയത്. എത്ര കൂടുതൽ എന്ന് കാണുന്നതിന് വേണ്ടിയിട്ട് വലിയ സംഖ്യയിൽ നിന്നും ചെറിയ സംഖ്യ കുറച്ചാൽ മതി. അതായത് 2300ൽ നിന്ന് 2200 കുറയ്ക്കുക, 100 ആണ് ഉത്തരം വരുന്നത്. അപ്പൊ 100 പോയിന്റ് കൂടുതലാണ് മീരയ്ക്ക് കിട്ടിയത്. ചോദ്യം സി, പാറ്റേണിലെ അടുത്ത സംഖ്യ ഏത്? ചുവടെ തന്നതിൽ നിന്നും കണ്ടെത്തി എഴുതുക. അപ്പൊ പാറ്റേൺ തന്നിരിക്കുന്നത് നോക്കൂ, 1000, 1200, 1450, 1750. ഓക്കെ, അപ്പൊ ഈ പാറ്റേൺ എങ്ങനെയാണ് പോകുന്നത് എന്ന് നമുക്ക് ആദ്യം നോക്കാം. 1000ലേക്ക് 200 കൂട്ടിയാലാണ് 1200 ആവുക. 1200ലേക്ക് 250 കൂട്ടുമ്പോൾ 1450 ആയി. 1450ലേക്ക് 300 കൂട്ടുമ്പോൾ 1750 ആയി. അടുത്ത സംഖ്യ കാണാൻ 1750ലേക്ക് 350 കൂട്ടേണ്ടി വരും. 1750 കൂട്ടണം 350 എത്രയാണ്? 2100 ആണ്. അപ്പോ നാലാമത്തതാണ് ഉത്തരം വരുന്നത്. പ്രവർത്തനം 5 ഓപ്ഷണൽ ക്വസ്റ്റ്യൻസ് ആണ്. എയുണ്ട് ബിയുണ്ട്. ആദ്യം നമുക്ക് എ നോക്കാം. കളി ഉപകരണങ്ങൾ. സ്കൂളിലേക്ക് ആവശ്യമായ കളി ഉപകരണങ്ങൾ വാങ്ങാനായി സ്പോർട്സ് ക്ലബ് സെക്രട്ടറി മീരയും അധ്യാപകരോടൊപ്പം പോയി. 5500 രൂപയാണ് കയ്യിലുള്ളത്. വിലവിവര പട്ടിക, സാധനങ്ങളുടെ വിലവിവര പട്ടിക നമുക്ക് താഴെ തന്നിട്ടുണ്ട്. നോക്കൂ, ക്രിക്കറ്റ് ബാറ്റും ബോളും ആകെ 1230 രൂപയാവും. ക്യാരം ബോർഡിന് 1300 രൂപ. ഷട്ടിൽ ബാറ്റ് കോക്ക് 970 രൂപ. ഹെൽമെറ്റിന് 1450 രൂപ. ജേഴ്സിക്ക് 1050 രൂപ. വോളിബോൾ നെറ്റിന് 860 രൂപ. വോളിബോളിന് 1099 രൂപ. ഇതിലെ ചോദ്യം എ, വില എഴുതി ആകെ കണ്ടെത്തുക. നമുക്ക് നോക്കാം. ആദ്യം ക്രിക്കറ്റ് ബാറ്റ് ബോള്, അതിന്റെ വില എത്രയാ പറഞ്ഞിട്ടുള്ളത്? 1230. പിന്നെ ഷട്ടിൽ ബാറ്റ് കോക്ക്, അതിന്റെ വില 970. ക്യാരം ബോർഡ് 1300. അപ്പൊ ആകെ എത്ര വരും? 1230 കൂട്ടണം 970 കൂട്ടണം 1300 ചെയ്ത് നോക്കിയാൽ പോരെ? ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് 3500 എന്ന് വരും. അപ്പൊ 3500 രൂപയാണ് ആകെ ആയത്. ബാക്കി എത്ര രൂപയുണ്ട്? ആകെ കയ്യിലുണ്ടായിരുന്നത് 5500 രൂപയാണ്.
3500 രൂപയായി ആകെ നമ്മൾ ചെലവാക്കിയത്. അപ്പോൾ ബാക്കി കാണാൻ എന്ത് ചെയ്താൽ മതി? 5500 നിന്ന് 3500 കുറച്ചാൽ മതി. 2000 രൂപ ബാക്കി ഉണ്ടായിരിക്കും. ചോദ്യം സി, ഇനി വാങ്ങാൻ കഴിയുന്നവ ഏതൊക്കെ? അതായത് ബാക്കി 2000 രൂപയാണ് ഉള്ളത്. അപ്പൊ ഏതൊക്കെ 2 ഐറ്റംസും കൂടെ നമുക്ക് വാങ്ങാം എന്നാണ് ചോദ്യം. 2 ഐറ്റംസ് എന്നല്ല, ഏതൊക്കെ വാങ്ങിയാൽ ആകെ 2000 ആവാൻ പാടുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് ഏതൊക്കെ കൂട്ടിയാലാണ് 2000 കിട്ടുക എന്നായിരിക്കും നോക്കേണ്ടിയിരിക്കുക. അപ്പോൾ ക്രിക്കറ്റ് ബോൾ, ക്രിക്കറ്റ് ബാറ്റ്, ബോൾ, ക്യാരം ബോർഡ്, ഷട്ടിൽ ബാറ്റ്, കോക്ക്, ഇത് മൂന്നും നമ്മൾ ഓൾറെഡി വാങ്ങി കഴിഞ്ഞു അല്ലെ. ഇനി ബാക്കി നോക്കൂ. ഹെൽമെറ്റ്, ജേഴ്സി, വോളിബോൾ നെറ്റ്, വോളിബോൾ, ഇതിൽ ഏതൊക്കെ കിട്ടിയാലാണ് 2000-നുള്ളിലായിട്ട് നമുക്ക് സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റുമെന്ന് നോക്കിയാൽ മതി. ഒരു എക്സാമ്പിൾ ഞാൻ തരാം. വോളിബോൾ നെറ്റും വോളിബോളും. വോളിബോൾ നെറ്റിന് 860 രൂപ, വോളിബോളിന് 1099 രൂപ, ആകെ 1959 രൂപ ആവും. പ്രവർത്തനം 5-ലുള്ള ബി ക്വസ്റ്റ്യൻ നോക്കൂ. ഓപ്ഷനിലാണ്. ബി ക്വസ്റ്റ്യൻ നോക്കൂ. ഓണം വന്നേ. ഓണത്തിന് വസ്ത്രം വാങ്ങാൻ അച്ഛനും അമ്മയ്ക്കും ഒപ്പം ഭാഗ്യയും പോയി. 7000 രൂപയാണ് അവരുടെ കയ്യിലുള്ളത്. വില വിവര പട്ടിക നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. ഷർട്ട് 900 രൂപ, പാൻസ് 1050 രൂപ, ബ്ലാച്ച് 1550 രൂപ, ചുരിദാർ 1240 രൂപ, സാരി 2100 രൂപ, ടീഷർട്ട് 950 രൂപ. ഇതിലെ ചോദ്യം എ, ഭാഗ്യക്കും അനിയനും വാങ്ങിയത് നോക്കൂ. ആകെ എത്ര രൂപയായി? ഷർട്ട് 900 രൂപ, പാൻസ് 1050 രൂപ, ബ്ലാച്ച് 1550 രൂപ. അപ്പൊ ആകെ എത്രയായി? ഇത് മൂന്നും കൂടെ കൂട്ടി നോക്കിയാൽ മതി. 1550 കൂട്ടണം 1050 കൂട്ടണം 900, മൂന്നും കൂടെ കൂട്ടുമ്പോൾ ആകെ 3500 രൂപ എന്ന് നമുക്ക് കിട്ടും. ചോദ്യം ബി, ബാക്കി തുക എത്രയായി മക്കളെ? ആകെ 7000 ആയിരുന്നു കയ്യിലുണ്ടായിരുന്നത്. 3500 രൂപ ചെലവായി. അപ്പൊ ബാക്കി കാണാൻ 7000 കുറയ്ക്കണം 3500 ചെയ്താൽ മതി. ഉത്തരം 3500 തന്നെയാണ് വരുന്നത്. ചോദ്യം സി, അച്ഛന് ടീഷർട്ടും അമ്മയ്ക്ക് സാരിയും വാങ്ങണം. ഇതിന് കയ്യിലുള്ള പണം തികയുമോ? ടീഷർട്ടിന് 950 രൂപയാണ്, സാരിക്ക് 2100 രൂപയാണ്. അപ്പൊ രണ്ടും കൂടെ കൂട്ടി നോക്കിയാൽ മതിയല്ലേ. കൂട്ടുമ്പോൾ നമുക്ക് 3050 എന്ന് ഉത്തരം കിട്ടും. 3500 രൂപ കയ്യിൽ ബാക്കിയുണ്ട്. 3050 ആണ് ഇത് രണ്ടും വാങ്ങുമ്പോൾ ചെലവാകുന്നത്. അപ്പോ പൈസ തികയും അല്ലെ. തികയും എന്നുള്ളതിന് ടിക്കിടാം. ഇത്രയും ചോദ്യങ്ങളാണ് കേട്ടോ മക്കളെ ഈ സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് ചെയ്ത് നോക്കാനായിട്ടുള്ളത്. ചോദ്യവും അത് എങ്ങനെയൊക്കെയാണ് ഉത്തരം എഴുതേണ്ടത് എന്നൊക്കെ മക്കൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ നമ്മുടെ ക്ലാസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അതുപോലെ മറ്റു വിഷയങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ വൈകാതെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ആ വീഡിയോസിന് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കരുത്. ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ അറിയിക്കാനും മറക്കരുത് കേട്ടോ. അപ്പൊ ശരി, അടുത്ത ക്ലാസ്സിൽ നിന്ന് നമുക്ക് വീണ്ടും കാണാം. താങ്ക്